നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്. ആഞ്ജനേയ ജ്യോതിശാലയം. ഓം നമഃ ശിവായ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബജരംഗി മീഡിയയിലേക്ക് അവർക്കും സ്വാഗതം. നട്ടിടം കൂവളം കെട്ടിടം നാശം എന്നൊരു പഴഞ്ചൊല്ലിനെ ആസ്പദമാക്കിയാണ് ഇന്നിവിടെ പറയുന്നത്. അതായത് കൂവളം വീട്ടിൽ നടാമോ എന്നുള്ളത് പലവർക്കും ഒരു സംശയമായ കാര്യമാണ്. കൂവളത്തെ മാതിരിയുള്ള പരിശുദ്ധമായ വൃക്ഷം വീട്ടിൽ നട്ടാൽ ദോഷമാണോ എന്നുള്ള തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. പണ്ട് കാലങ്ങളിൽ മുല്ലത്തറയ്ക്കരികിലും തുളസിത്തറയ്ക്കരികിലും കിഴക്ക് തെക്ക് കിഴക്ക് ഭാഗങ്ങളിലുമൊക്കെ നന്നായിട്ട് പരിപാലിച്ചു പോന്നിരുന്ന ഒരു വൃക്ഷമാണ് കൂവളം. കൂവളം വെക്കുന്നതിലൂടെ കുടുംബത്തിലെ ഐശ്വര്യ അഭിവൃദ്ധി, മഹാദേവന്റെ അനുഗ്രഹം, ദൈവിക സാന്നിധ്യം ഉണ്ടാകും. അത് കൂവളം നടാനുള്ള പേടി എന്താന്ന് വെച്ചാൽ അത് അതുപോലെ തന്നെ പരിപാലിച്ചു പോരണം എന്നാണ് പറയുക. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ശുദ്ധമായ സ്ഥലത്ത് അതിനെ നട്ട് നന്നായിട്ട് പരിപാലിച്ചു കഴിഞ്ഞാൽ ഇത് കുടുംബത്തിലേക്ക് ഐശ്വര്യ അഭിവൃദ്ധി തന്നെയാണ്. വേണമെങ്കിൽ വിളക്ക് വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കൂവളം നടാൻ ആരും തന്നെ പേടിക്കേണ്ട. കൂവളം നട്ടു കഴിഞ്ഞാൽ ആ ഭൂമിയിലുള്ള നെഗറ്റീവ് എനർജികൾ പോയിട്ട് പോസിറ്റീവ് എനർജി വരും എന്നുള്ള ഒരു സവിശേഷത കൊണ്ട് ബാധകളെല്ലാം മാറ്റാൻ കൽപ്പായ മഹാദേവന്റെ ഇഷ്ടമായ ഒരു സസ്യം കൂടിയാണ് കൂവളം. അതുകൊണ്ട് അത് നടുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.